പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നിറയുന്ന അനുസരിച്ച് കൊണ്ട് നമ്മുടെ ഇല്ലായ്മ ദൈവകൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആന്തരിക സന്തോഷം ഉണ്ടാകും. അത് അഭിഷേകത്തിൻ്റെ വേറെ ഒരു മുതിർന്ന തലമാണ്. അപ്പോൾ അത് നിങ്ങളുടെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ ചോദിക്കത്തില്ല ദൈവത്തോട്. ആ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഗ്നിയഭിഷേകത്തിൻ്റെ ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. യോഹന്നാൻ 16:23 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. 6 നിയോഗങ്ങളില്ല, അസ്തമിച്ചു. 6 നിയോഗങ്ങൾ അസ്തമിക്കും. അവിടെ വെച്ച് ചോദിക്കണത് എന്താണ്? പരിശുദ്ധാത്മാവ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവസാനം വരുമ്പോൾ നിയോഗങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഈശോ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർക്ക് കൊടുക്കണതിൻ്റെ കാര്യം അവിടെ വെച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. നിയോഗം തന്നെ പ്രാർത്ഥിച്ചിരുന്ന് അത് നേടി പിന്നെ നിയോഗം വെച്ച് അത് നേടി അത് നിയോഗം വെച്ച് പിന്നെ നേടിയിരിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. പിന്നെ നിയോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ചാകണ വരെ നിയോഗങ്ങളാവും. എന്താ കാര്യം? ദൈവം അത് ഉദ്ദേശിക്കണില്ല. ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 4:13-14 തിരുവചനങ്ങൾ. യോഹന്നാൻ 4:13-14 യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. പുതിയൊരു ആവശ്യം, പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആക്രാന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നു ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നെ വിശ്വസിക്കുന്ന അധരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ശ്രുതികട ഹല്ലേലൂയ. 7:37 യോഹന്നാൻ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 7:37 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്താണ് ജീവജലത്തിന്റെ അരുവിയും? താഴെ പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കാനിരുന്നവര് സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഒന്ന് പറഞ്ഞ്, തന്നിൽ വിശ്വസിക്കാനിരുന്നവര് സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ധ്യാനം അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുപാട് നൽകി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം നിങ്ങൾ വീണ്ടും കൂടണം. നിങ്ങൾ ധ്യാനിപ്പിക്കുമ്പോൾ ഞാനും ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നല്ല ചൈതന്യത്തോടെ ഈ കർത്താവിൻ്റെ അവകാശവും ഓഹരിയുമാകുന്ന ദൈവജനത്തോട് കാരുണ്യം കാണിക്കുന്നതാണ് ധ്യാനത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നിലനിർത്തിക്കൊണ്ടിരുന്നാൽ അതിന് പറ്റുന്നൊരു ജീവിതം ജീവിക്കണമെന്നുള്ളതാണ് ഈ 6:13 എഫേസ്യൻസ് നമ്മൾ കണ്ടത്. എങ്ങനെ പരിശുദ്ധാത്മ ഇപ്പം നടപടി എഫേസസ് 4:30 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ എങ്ങനെ വേദനിപ്പിക്കാതിരിക്കാം, പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കാതിരിക്കാം, പരിശുദ്ധാത്മ ജീവിക്കാം, അതിനുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എഫേസസ് 6:13 പറയണത്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിനെന്ന് പറയണത്. ഇതൊക്കെ ഹോംവർക്കുകളാണ്. ഉടമ്പടി എടുത്തവരെ വീട്ടിൽ പോയിട്ട് വീണ്ടും ഈ ധ്യാനം ഒന്നിനും കൂടണം. പക്ഷേ ദൈവത്തിന് തോന്നണം നിങ്ങൾ ധ്യാനം കൂടുകയാണെന്ന്. അല്ല അച്ഛൻ പറഞ്ഞ് ധ്യാനം കൂടാൻ, അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ, ഞാൻ കൊച്ചി പോകുമെന്ന് പറയരുത്. നിങ്ങൾ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവമേഖലയിലേക്ക് വരുന്നു. ഇപ്പം എന്താ ഈ നമ്മുടെ ഇവനില്ലേ ജെറോമിയുടെ പ്രശ്നം എന്താ? ജെറോമി ഇങ്ങനെ മെറിറ്റിൽ മാത്രം സ്വന്തം കഴിവ്, സ്വന്തം വിദ്യാഭ്യാസം, സ്വന്തം സർട്ടിഫിക്കറ്റ്, സ്വന്തം പ്രൊമോഷൻ, അങ്ങനെ നല്ല പ്രൊഫൈൽ പെട്ടെന്ന് കൊച്ചു കാലം കൊണ്ട് തന്നെ വലിയ പ്രൊഫൈൽ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അയാൾ അതുകൊണ്ട് അയാൾക്ക് കുടുംബ പ്രാർത്ഥനയും പള്ളിക്ക് പോക്കുമൊക്കെ കുറഞ്ഞ് വന്ന് എന്താ മെറിറ്റിലാണ് അദ്ദേഹം ജീവിക്കണത്. മെറിറ്റിൽ ജീവിച്ച അവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല.
അതുകൊണ്ടാണ് ദൈവം ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും ഓർത്തേക്കണം. മെറിറ്റിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് സംരക്ഷണം പോകും. പക്ഷെ നമ്മൾ ഗ്രേസിലും ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇയാൾക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? ഇയാൾ മെറിറ്റിൽ മാത്രം ആശ്രയിച്ചു. ജെറോമിക്ക് എന്ത് പറ്റി? പെട്ടെന്ന് സോഫ്റ്റ്വെയർ എല്ലാം ചേഞ്ച് ആയി. സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഓരോ പഴയ സംഭവമല്ല ഇപ്പോൾ എടുക്കണേ. ഇപ്പോൾ AI വന്നപ്പോൾ കമ്പ്യൂട്ടർകാരുടെ എല്ലാവരുടെയും പണി പോയി. പലരുടെയും ഒരു 50% ആൾക്കാരുടെ പണി പോയി. അതാണ് ഇപ്പോൾ ആൾക്കാർ ഡിജിറ്റലി AI പഠിക്കാൻ പോണത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പല ആൾക്കാരുടെയും പണി പോയി. ഏറ്റവും പ്രയാസം അനുഭവിച്ച IT മേഖലയിലാണ്. അങ്ങനെ ഈ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ പണി പോയ ആളാണ് ഇങ്ങേര്, നമ്മുടെ ജെറോമി എന്ന് പറഞ്ഞ ആൾ. അങ്ങേര് പണി പോയി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷിഫ്റ്റൊക്കെ ഈ കുറേ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാരെ പിരിച്ചുവിടലായി. അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചേഞ്ച് ചെയ്ത് കൊടുത്തു. കാരണം എന്താണ്? അവരുടെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്യണ ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പുതിയ തലമുറ കയറി വന്നു. അതാണ്. അപ്പം ത്രട്ടിങ് ആയില്ലേ? അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ വേണ്ടി AIയുടെ പുതിയ ആൾക്കാർ കയറി വന്നു. അപ്പോൾ ഇയാൾക്ക് ആക്കിൽ പണിയായി അതിൻ്റെ അകത്ത്. അപ്പോൾ പഴയ സെറ്റപ്പെല്ലാം പോയി. പണ്ട് വൈറ്റ് കോളറൊക്കെ ഇട്ട് നല്ല ശമ്പളമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ കമ്പനിക്ക് വേണമെന്നില്ല, വേണേ നിൽക്കാല്ലേ അപ്പോൾ എന്ന് പറയുന്നത് കോൺട്രാക്റ്റല്ലേ എല്ലാം. തട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ വല്ലാത്ത തട്ട് കിട്ടി. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ പറയണത്, എപ്പോഴും നമ്മൾ മെറിറ്റിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണ്. എങ്ങാനും തട്ടുകേട് വന്നാൽ തന്നെ നമ്മളെ താങ്ങാൻ കർത്താവിൻ്റെ കൈകളുണ്ടാവും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനങ്ങളിലാണ് പോണത്. കാര്യം നിനക്ക് ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും തട്ടുകേടുണ്ടായാലും കമ്പനിയുടെ നിയമങ്ങൾ മാറാം, ലോകത്തിൻ്റെ എൻജിനീയറിങ് ഇപ്പോഴുള്ള കറണ്ടായിട്ടുള്ള ടെക്നിക്സൊക്കെ എല്ലാം മാറാം, ടെക്നോളജി ചേഞ്ച് ചെയ്യാം. അപ്പോൾ കമ്പനി നിന്നെ പുറത്താക്കും. പക്ഷേ ഒരു അഷ്വറൻസ് നമുക്കുണ്ട്. എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. കമ്പനി മാറിയാലും ടെക്നോളജി മാറിയാലും ഞാൻ മാറത്തില്ല, ഞാൻ നിന്നെ തങ്ങും. ടേക്ക് ദ ബെഡ് അപ്പ്. ശ്രുതികട ഹല്ലേലൂയ, നീ വരൂ. ശ്രുതികട ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമ്മൾ നല്ലവണ്ണം രാവിലെ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ കർത്താവ് രോഗസൊക്കെ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഈശോ തന്നെ നടത്തി നമ്മളെ ഉപകരണമാക്കിക്കൊണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ കണ്ണീരിന് അച്ഛൻ അഡ്രസ്സ് ചെയ്യാത്ത കണ്ണീരുണ്ടെങ്കിൽ ഇപ്പോൾ കൈകൾ കൂപ്പി ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഈശോയോട് പറയുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മുമ്പിൽ, ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ ആവേ മരിയ. പ്രിയമുള്ളവരെ, ചെമ്പനാഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഇവിടെ ഫെബ്രുവരി 15-ാം തീയതി വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് എൻ്റെ മകൻ ഈ നിൽക്കുന്ന സെബാസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടിയെടുത്തത്. ഈ മകൻ ചെമ്പിപ്പള്ളിയിലെ കപ്പ്യാരായി ശുശ്രൂഷ ചെയ്യുകയാണ്. ചെമ്പിപ്പള്ളിയുടെ അടുത്ത് വെച്ച് ഒരു ബൈക്ക് അതിസ്പീഡിൽ വന്ന് സൈഡിൽ നിന്ന് ഇവനെ ഇടിച്ചു തെറിപ്പിക്കുകയും ഇവൻ തലയടിച്ച് തലകുത്തി ആ റോഡിൽ വീഴുകയും ബോധം പോവുകയും ചെയ്തു. മറ്റുള്ള എല്ലാവരും ഓടിയെത്തി അവനെ എടുത്തുകൊണ്ട് ഇൻഡോ മെരീൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എത്രയും പെട്ടെന്ന്. എന്നാൽ അവന് സംസാരിക്കാനോ കൈകാലുകൾ അനക്കാനോ അവന് കഴിഞ്ഞില്ല, കണ്ണ് തുറന്നിരുന്നിരുന്നില്ല. ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ അവനെ CT സ്കാൻ എടുക്കുകയും അവനെ തലയോട് പൊട്ടിയിട്ടുണ്ടെന്ന് പോലെ ആകൃതിയിൽ പൊട്ടിയിട്ടുണ്ടെന്നും ഇവിടെ തുറന്നിരിക്കുകയാണെന്നും ഡോക്ടർ സ്കാനിങ്ങിലൂടെ ഞങ്ങളോട് പറഞ്ഞു. ബ്ലീഡിംഗ് ഉണ്ട്, തലയിൽ നീർക്കെട്ടിലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അവന് എത്രയും പെട്ടെന്ന് അവൻ്റെ ഭാര്യയെ അറിയിക്കാൻ പറഞ്ഞു. അവൻ്റെ ഭാര്യ ഇസ്രായേലിൽ വേല ചെയ്യുകയായിരുന്നു. അങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് മെസ്സേജ് അയക്കുകയും ഇസ്രായേലിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ ചെമ്മനാഗിരി ഇൻഡോ മെരീൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഈ ഒരു വശം തളർന്നു പോവുകയും അവനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നും പറഞ്ഞു. മാത്രമല്ല 6 ആഴ്ച മുതൽ 12-16 ആഴ്ച അവൻ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അവിടെ നട്ടം തിരിഞ്ഞു നിന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൃപാസനത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ ഒത്തിരി വാരിക്കൂട്ടുകയും ചെയ്യുന്ന മക്കൾ ആ പരിസരത്തുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമേ അവനെ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഫെബ്രുവരി 11-ാം തീയതി അവൻ മരിച്ചതുപോലെ ആയിരിക്കുന്നു, മരിച്ചു എന്ന് മാത്രം സർട്ടിഫിക്കറ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഡോക്ടർ ചെയ്തിട്ടുള്ളൂ. കാരണം അത്രമാത്രം പ്രോബ്ലത്തിലൂടെയായിരുന്നു ആ കടന്നുപോക്കൽ. അങ്ങനെ ഈ കൃപാസനത്തിൽ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ദൈവാനുഗ്രഹം അന്ന് ഞാൻ മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കൃപാസനത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അവിടെയുള്ളവരോട് അന്വേഷിച്ച് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ ബെറ്റി എന്നൊരു സഹോദരിയും അവളുടെ ഭർത്താവും കൂടെ പോന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഉടമ്പടി എടുക്കാനായി ഞങ്ങൾ പരിശ്രമിച്ചു. ഉടമ്പടിക്ക് വേണ്ടി ഫോമെല്ലാം
ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ വളരെ ആവേശത്തോടെ കൊടുത്തു. അവർ ഒരു ടോക്കണെല്ലാം കയ്യിൽ തന്നെങ്കിൽ പോലും തിരിച്ചവർ ചോദിച്ചു, അതിങ്ങനെ തരൂ, ചേട്ടന് ഉടമ്പടി എടുക്കാനുള്ള സാധിക്കില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഞാൻ തരിയില്ല, എൻ്റെ മകൻ മരണവുമായിട്ട് മല്ലടിക്കുകയാണ് ഹോസ്പിറ്റലിൽ, അതുകൊണ്ട് ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കതിന് കഴിയില്ല, നിങ്ങൾക്ക് ഏജ് എത്രയായോ, പ്രായം എന്തുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 70 വയസ്സായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കിട്ടത്തില്ല എന്നും പറഞ്ഞ്. ഇവിടെ 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഉടമ്പടി എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. കാരണം ഇവിടുത്തെ ആവശ്യം അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു ഓടി വന്നു. ഇപ്പോൾ ഞാൻ പറയുന്നേക്കാൾ ഉപരി ആ കൗണ്ടറിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് യാചിച്ചത്. അവൻ്റെ ജീവൻ കിട്ടണം മാതാവിൻ്റെ അടുത്ത്, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, സാധിക്കില്ല, നിയമം അനുവദിക്കുന്നില്ല, നിങ്ങൾ മാറിയെന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. ഏതൊരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, നിയമം എല്ലാവർക്കും ബാധ്യതയല്ലേ, നമുക്ക് മാറിക്കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മാറില്ല, എന്നെ കൊന്നാലും മാറില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ ടോക്കൺ സ്പെഷ്യൽ എന്തോ ഒരു സീലടിച്ച് എനിക്ക് തന്നു. ഏതോ ഒരു പ്രേക്ഷിതൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കണ്ണുനീര് മതി, അവിടെ മാതാവ് ഇടപെടും എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിച്ചു, ഈ കണ്ണുനീര് മതിയോ? ഈ കണ്ണുനീര് മതി, ഇത് സഞ്ചാരിയായ മാതാവാണ്, അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. എന്തോട്ടെ, ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ഉടമ്പടിക്കുള്ള ടോക്കൺ കിട്ടി. ഞാൻ അങ്ങോട്ട് മാറിയെന്ന് ഇസ്രായേലിൽ നിന്ന് വന്ന എൻ്റെ മകളെ ഞാൻ വിവരം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞു, മോളെ ഞാനിവിടെ എത്തി, ഉടമ്പടി കിട്ടി, പക്ഷേ അത് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടി, ഒരുപാട് തല്ലിപ്പിടുത്തം ഉണ്ടാക്കിയിട്ടാണ് മേടിച്ചതെന്ന് പറഞ്ഞു. എന്താണ് കാരണം? അത് 70 വയസ്സ് കഴിഞ്ഞതാണ് പ്രശ്നം എന്ന്. അപ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നു, ചേട്ടന് രോഗങ്ങളില്ലേ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് രോഗങ്ങളുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ ഹെൽത്ത് എനിക്കുണ്ട്, അങ്ങനെയെങ്കിൽ ഉപവസിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഉടമ്പടി തന്നത്. അത് ഞാൻ അവരോട് മോളോട് പങ്കുവെച്ചു, വളരെ ബുദ്ധിമുട്ടി കിട്ടി എന്ന് പറഞ്ഞ്. ആ ഉടമ്പടി എടുത്ത് അപ്പോൾ തന്നെ അവൾ പറഞ്ഞ്, ഇപ്പോഴാണ് ഞാൻ ICUയിൽ കയറി അവിടെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ ആ ഭർത്താവ് എന്നെ 2 കണ്ണുകൾ തുറന്ന് കാണുകയും എൻ്റെ കൈക്ക് പിടിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ മാതാവ്, സഞ്ചാരിയായ മാതാവ്, ഏതൊരു പ്രേക്ഷിതം പറഞ്ഞു, സഞ്ചാരിയായ മാതാവാണ് അവിടെ ഇടപെട്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പൂർത്തിയാക്കി. ഇപ്പോൾ ബാക്കി നടന്നത് എന്താണെന്ന് എൻ്റെ മകൾ നിങ്ങളോട് വിശദീകരിക്കും. പ്രൈസ് ദി ലോർഡ്. പപ്പ ഉടമ്പടി എടുത്ത തൈലവും കാശുരൂപവും എൻ്റെ കയ്യിൽ കൊണ്ടേ തന്നു. ഞാൻ ICUയിൽ കയറുമ്പോഴെല്ലാം ഇച്ചായൻ്റെ തലയിലും കണ്ണിലും ചുണ്ടിലും തൊണ്ടയിലും വയറ്റത്തും കയ്യിലും കാലിലും എല്ലാം ഞാൻ പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു. കാരണം ഡോക്ടർ പറഞ്ഞിരുന്നത്, ഇച്ചായനെ തിരിച്ച് കിട്ടിയാലും ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ല, സംസാരിക്കുമോ എന്നറിയില്ല, കൈകൾ കാലുകൾ അനക്കുമോ എന്നറിയില്ല, നമുക്ക് തിരിച്ച് പഴയ രൂപത്തിൽ കിട്ടുമോ എന്നറിയില്ല. അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഡോക്ടർ. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഇച്ചായൻ്റെ. ഡോക്ടർ ഓരോ ദിവസവും എന്നോട് പറയും, സംസാരിക്കില്ലെന്ന് പറയുന്ന ദിവസം ഞാൻ ഇച്ചായൻ്റെ ചുണ്ടിൽ തൈലം പുരട്ടി കൊടുക്കും, കൈകൾ അനക്കൂല എന്ന് പറയുന്ന സമയത്ത് കൈകളിൽ ഞാൻ പുരട്ടി കൊടുക്കും. അങ്ങനെ ഡോക്ടർ എന്ത് പറഞ്ഞിട്ട് പോകുമോ 5 മിനിറ്റിനുള്ളിൽ ഞാനിത് പുരട്ടി 5-10 മിനിറ്റിനുള്ളിൽ ഇച്ചായൻ ആ ഡോക്ടർ അനക്കൂലെന്ന് പറഞ്ഞാൽ കൈകൾ അനക്കുകയും കാലുകൾ അനക്കുകയും അതുപോലെ തന്നെ ട്രക്യാസ്റ്റമി ചെയ്തായിരുന്നു ICUയിൽ കിടക്കുന്നത്. വെന്റിലേറ്റർ 7ാമത്തെ ദിവസം തന്നെ ഊരി. കാരണം ഞാൻ വെന്റിലേറ്ററിൻ്റെ അവിടെ നമ്മുടെ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചു. കാരണം മാതാവ് വേണം ഇവിടെ നിന്ന് എൻ്റെ ഇച്ചാനെ ശുശ്രൂഷിക്കാൻ. കാരണം നമ്മൾ ആരും നിർവഹിച്ചാൽ നമ്മുടെ കയ്യിലൊന്നുമല്ല, അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അത് കാരണം ആ കാശ് രൂപ ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു, മാതാവിന് മാത്രമേ ഞങ്ങളുടെ ഇച്ചായനെ തിരിച്ചു തരാൻ പറ്റുള്ളൂ, 3 കുട്ടികളുടെ അപ്പനുമാണ്. മാതാവ് ആ ഉണ്ണീശോട് പറഞ്ഞ് എനിക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ 7ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞത് 6 മുതൽ 12-16 ആഴ്ചയാണ് വെന്റിലേറ്റർ മാത്രം പറഞ്ഞത്. ആ
സ്ഥാനത്ത് 7-ാമത്തെ ദിവസം അത്ഭുതം എന്ന് പറയട്ടെ, നമുക്ക് ആ വെന്റിലേറ്റർ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇച്ചായൻ കയ്യും കാലുകളും അനക്കുവാനും ആദ്യമൊക്കെ ബെഡ്ഷീറ്റോട് കൂടിയിട്ടാണ് കസേരയിലെടുത്ത് പൊക്കുന്നത്. പക്ഷേ ഞാൻ ആ ICUയിൽ ഇരുന്ന് മാതാവിൻ്റെ ആ വിശുദ്ധ തൈലം പുരട്ടുന്ന സമയത്ത് തന്നെ കൈകളും കാലുകളും ശരിക്കും നമ്മുടെ കൺമുമ്പിൽ നമ്മളങ്ങ് അത്ഭുതമാണ്. നേഴ്സുമാർ പോലും അവിടെ നിന്ന് കരയുകയാണ്. കാരണം അത്രയും അത്ഭുതത്തോടു കൂടി അതെല്ലാം മാറുകയും ട്രക്യോസ്റ്റമി ഉള്ളത് കാരണം ഡോക്ടർ പറഞ്ഞു സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതുപോലും കാണിക്കുന്നില്ല, എന്നാലും നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ആ തൊണ്ടയിലും ചുണ്ടിലും പുരട്ടിക്കൊടുത്തത് മൂലം ഒരു ദിവസം ഞാൻ ICUയിൽ ചെല്ലുന്ന സമയത്ത് ഇച്ചായൻ എനിക്ക് ഉമ്മ തരികയും അത് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നു. ആ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ ട്രക്യോസ്റ്റമി ക്ലോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം 3 ആഴ്ചയോളം ICUയിൽ കണ്ടിന്യൂ ചെയ്തു. ആ ഓരോ ദിവസവും ആ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ് ഉൾപ്പെടെ നമ്മുടെ കൃപാസന മാതാവിൻ്റെ അത്ഭുതം കാണുവാനായിട്ട്, കാരണം നമ്മൾ പരസ്യമായിട്ടാണ് ഈ മാതാവിൻ്റെ ഈ വിശുദ്ധ തൈലം നമ്മൾ പുരട്ടി പ്രാർത്ഥിക്കുന്നത്. അതും വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അവിടെ നാണക്കേടോ ഒന്നുമല്ല, നമുക്ക് മാതാവിൻ്റെ അത്ഭുതം നമുക്ക് കാണണം. എനിക്ക് അത്രയും ഉറപ്പായിരുന്നു. എല്ലാവരും എന്നെ ഇച്ചായൻ്റെ മരണത്തിന് വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 3-ാമത്തെ ആഴ്ചയിൽ ഇച്ചായനെ ICUയിൽ നിന്ന് റൂമിലോട്ട് മാറ്റി. ആ റൂമിലോട്ട് മാറ്റിയ സമയത്ത് ഇച്ചായൻ്റെ കൈക്കും കാലിനൊന്നും ബലം ഒന്നുമില്ല. നമ്മൾ എടുത്ത് വേണം നമ്മൾ സ്ട്രെച്ചറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ. പക്ഷേ ആ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചെന്നാൽ ICUയിൽ നിന്ന് ആ മാതാവിൻ്റെ ആ കാശ് രൂപം എടുത്തുകൊണ്ട് വന്ന് റൂമിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. വിശുദ്ധ തൈലം ഞാൻ ആ റൂമിൻ്റെ കട്ടളപാതിൽ ഞാൻ കുരിശാകൃതിയിൽ വരച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവാണ് ഇവിടെ നമുക്ക് കാവൽ വേണ്ടത്, ICUയിലെ പോലെ തന്നെ ഇവിടെയും അത്ഭുതം പ്രവർത്തിക്കണമെന്ന്. അതുപോലെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇച്ചായൻ നടന്ന്, ഇപ്പോൾ ഈ നിൽക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഇച്ചായൻ സെബാസ്റ്റ്യൻ എന്നാണ് പേര്. നടന്ന് ഓരോ കാര്യങ്ങളും സെൽഫായിട്ട് ടോയ്ലറ്റിലെ കാര്യവും സെൽഫായിട്ട് ഓരോ കാര്യവും ചെയ്യാനുള്ള പൂർണ്ണ ആരോഗ്യത്തോടെ നല്ല ഓർമ്മശക്തിയോടെ. ഞാൻ ചോദിച്ചു, 4-ാമത്തെ ദിവസം 29-ാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ വീട്ടിൽ പോയിട്ട് ഇനി വല്ല ഫിസിയോയോ എന്തെങ്കിലും ചെയ്യണോ? ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഒരാവശ്യവുമില്ല, കൈക്കും കാലിനും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ദൈവം നമുക്ക് നിൻ്റെ ഹസ്ബൻഡിനെ തന്നിരിക്കുന്നത്. അതിനെല്ലാം നമ്മുടെ ഈ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബം മുഴുവനും. കാരണം ആ വിശുദ്ധ തൈലം നമുക്ക് അത്രയും അത്ഭുതമാണ്. അത് മിനിറ്റുകൾക്കുള്ളിലാണ് നമുക്ക് അവിടെ ഡോക്ടർ നമ്മുടെ അടുത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞു പോണ 5-10 മിനിറ്റിനുള്ളിൽ നമ്മളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടെ നമുക്ക് ആ അത്ഭുതം കാണുവാൻ സാധിച്ചു. ഇവിടുന്ന് നമ്മൾക്ക് കിട്ടിയ ആ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധാ ഒരു പത്രമല്ല, അതിന് അത്രയും വിശുദ്ധമാണ്. ആ പത്രം കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിലെ ഓരോ പേഷ്യൻറ്റിൻ്റെയും കയ്യിൽ കൊടുത്തു. അതിൻ്റെ അകത്ത് കൊടുത്തപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർക്ക് ബെറ്ററായിട്ട് ഓരോ ദിവസവും ഓരോ ബൈസ്റ്റാൻഡർമാരും വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പേഷ്യൻറ്റിന് ഇന്ന് ഇമ്പ്രൂവ് ആയി കേട്ടോ, ഞങ്ങളുടെ ഡോക്ടർ ഇന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞു. അത് എൻ്റെ ഇച്ചായന് മാത്രമല്ല, ഈ പപ്പ ഉടമ്പടി എടുത്തത് മൂലം അനുഗ്രഹം ലഭിച്ചത്. ആ ഹോസ്പിറ്റലിൽ വേറെയും പേഷ്യൻറ്റിന് നമ്മൾ ആ കൊടുത്ത പത്രം മൂലം ഒരുപാട് പേഷ്യൻറ്റിന് ഒക്കെ ഇമ്പ്രൂവ് ആകുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇച്ചായനെ ഇപ്പോൾ ഒരു മാസത്തെ ഒരു ഗുളിക തന്നു വിട്ടു എന്നല്ലാതെ ഒരു ഫിസിയോയോ വേറെ ഒരു ട്രീറ്റ്മെൻറ്റോ ഞങ്ങൾക്ക് വേണ്ടി വന്നില്ല. അത്രയും അത്ഭുതമാണ് ഈ മാതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. മാതാവിന് 1000 നന്ദി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും മുന്നേ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഉടമ്പടിയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുർബാന എന്നും കൈക്കൊള്ളണം, എന്നും കുർബാനയ്ക്ക് കൂടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് നമുക്ക് പള്ളിയിൽ നേരിൽ പോയി കൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം പള്ളിയിൽ നേരിൽ തന്നെ പോയി നമ്മൾ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. ICUയിലും റൂമിലുമായി ഇച്ചായൻ കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൊക്കെ ഇരുന്ന് യൂട്യൂബിലൂടെ കുർബാന കൂടുകയും നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളും പ്രസംഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം പങ്കെടുത്തു. റൂമിൽ വന്ന സമയത്ത് ഇച്ചായനെ യൂട്യൂബിലൂടെ സ്പീക്കറിലിട്ടിട്ട് അന്നേരം ഇച്ചായനെ കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാം കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇച്ചായന് നല്ല ഓർമ്മയും കാര്യങ്ങളും കിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തർക്കും പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ കഴിയുന്നത് പോലെ ചെറിയ രീതിയിൽ സഹായിക്കുക, നമ്മൾ തിരികൾ കത്തിച്ച് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക, ബൈബിള് വായിക്കുക,
ഇതൊക്കെയാണ് കൊന്ത ചെല്ലുക, ഇതൊക്കെയാണ് ഞങ്ങൾ ദിവസവും ചെയ്തു പോന്നിരുന്നത്. പ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ആ ടൈം വെച്ചല്ല ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ട്, നമ്മൾക്ക് പറ്റുന്ന സമയത്തല്ല നമ്മൾ ബൈബിൾ വായിക്കുകയും, ഇനി വായിക്കാൻ പറ്റാത്ത സമയത്താണ് ഞങ്ങളത് സ്പീക്കറിലിട്ട് കേൾക്കുകയും ചെയ്യുമായിരുന്നു. റൂമിൽ നമ്മൾ മാതാവിൻ്റെ കൊന്ത വയ്ക്കുകയും മാതാവിനോടുള്ള പാട്ടുകൾ വയ്ക്കുകയും, അങ്ങനെ ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞെന്ന മാതാവിൻ്റെ ഒരു പ്രാർത്ഥനാലയം പോലെയാണ് ഞങ്ങളുടെ റൂമിൽ ഞാനും ഇച്ചായനും കഴിഞ്ഞ ആ ഒരാഴ്ച കഴിഞ്ഞ ആ ഹോസ്പിറ്റലിൻ്റെ റൂമിൽ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് മാതാവ് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തന്നത്.